നമസ്കാരം. മലയാളം ആസ്ട്രോളജി ന്യൂസിലേക്ക് സ്വാഗതം. ഏതൊരു കർമ്മത്തിൻ്റെയും മംഗളകരമായ വിജയത്തിന് തടസ്സമുണ്ടാകാതെ കാത്തുരക്ഷിക്കാൻ ആദ്യം സ്മരിക്കുന്ന മൂർത്തിയാണ് മഹാഗണപതി. അങ്ങനെ തുടങ്ങുന്ന ഒരു കർമ്മത്തിനും വിഘ്നമുണ്ടാകില്ലെന്നത് അത്ഭുതകരമായ സത്യമാണ്. ശിവൻ്റെയോ വിഷ്ണുവിൻ്റെയോ അയ്യപ്പൻ്റെയോ ദേവിയുടെയോ തുടങ്ങി ഏത് മൂർത്തിയുടെ ക്ഷേത്രത്തിലും ഗണപതിക്ക് പ്രഥമ സ്ഥാനമുണ്ട്. ലോകനാഥനായ പരമശിവനാണ് പുത്രൻ ഗണപതിയെ പ്രഥമ പൂജ്യനായി നിശ്ചയിച്ചത്. ഇങ്ങനെ പ്രഥമ പൂജ്യനായ ഗണപതിയെ പ്രീതിപ്പെടുത്തുവാൻ പ്രധാനമായും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇനി പറയാം. മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും മലയാള മാസം 1-ാം തീയതിയും അതുപോലെ ചതുർത്ഥി ദിവസങ്ങളിലും രാവിലെ ഗണപതി ഹോമം നടത്താറുണ്ട്. ഇതിൽ പങ്കെടുക്കണം. ഗണപതി ഹോമത്തിനുള്ള നിവേദ്യം തയ്യാറാക്കുന്നത് നാളികേരം, അവിൽ, മലര്, ശർക്കര, കദളിപ്പഴം, കരിമ്പ്, എള്ള്, തേൻ, നെയ്യ്, കൽക്കണ്ടം, മുന്തിരി തുടങ്ങിയ ദ്രവ്യങ്ങൾ ചേർത്താണ്. ഈ ദ്രവ്യങ്ങളിൽ നമുക്ക് സമർപ്പിക്കാൻ കഴിയാവുന്ന ദ്രവ്യങ്ങൾ നമ്മൾ സമർപ്പിക്കുക. ചതുർത്ഥി ദിവസം വ്രതമാചരിക്കുന്നവർ എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും ഏതെങ്കിലും ക്ഷേത്രത്തിൽ നടക്കുന്ന ഗണപതി ഹോമത്തിൽ പങ്കെടുക്കണം. ഗണപതിയുടെ ഇഷ്ട വഴിപാടാണ് ഉണ്ണിയപ്പ നിവേദ്യം. ഇത് യഥാശക്തി വഴിപാടായി നടത്തുക. ഇഷ്ടകാര്യ വിജയത്തിനും വിഘ്ന നിവാരണത്തിനും ഏറ്റവും ഉത്തമമാണിത്. അതുപോലെ കറുകമാല. ഗണപതിക്ക് കറുകമാല ഏറ്റവും വിശേഷമാണ്. രാവിലെ കുളിച്ച് ഗണേശന് കറുകമാല ചാർത്തുന്നത് രോഗശാന്തിക്കും അഭീഷ്ടസിദ്ധിക്കും ഫലപ്രദമാണ്. കറുക കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുന്നതും ഏറെ നല്ലതാണ്. ഗണപതി പ്രീതിക്ക് ഇത്രയും തന്നെ ധാരാളമാണ്. മലയാളം ആസ്ട്രോളജി ന്യൂസിൻ്റെ ഈ അധ്യായം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.